ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് നമ്മളൊരു ഫ്രണ്ടിനെയോ പരിചയത്തിൽപ്പെട്ട ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് അവിടെ അവരോട് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ ഇംഗ്ലീഷിൽ പറയാണ്. അതായത്, ഞാൻ ഇന്നലെ ഓഫീസിൽ പോകുമ്പോൾ നിന്നെ കണ്ടിരുന്നു, പക്ഷെ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാ. ഞാൻ ഇന്നലെ ഓഫീസിൽ പോകുമ്പോൾ നിന്നെ കണ്ടിരുന്നു, നേരത്തെ കാര്യമാണല്ലോ. ഐ സോ യു, നിന്നെ കണ്ടോ എന്നാണ്. ഐ സോ യു യെസ്റ്റർഡേ. ഐ സോ യു യെസ്റ്റർഡേ when I was going to the office. I saw you yesterday when I was going to the office. ഞാൻ ഇന്നലെ ഓഫീസിൽ പോകുമ്പോൾ നിന്നെ കണ്ടിരുന്നു, പക്ഷേ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ബട്ട് ഐ കുഡന്റ് ടോക്ക് ടു യു. സിമ്പിൾ ആണല്ലോ. ഞാൻ ഇന്നലെ ഓഫീസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, അങ്ങനെ പലതും നമുക്ക് പറയാം കേട്ടോ. ഐ സോ യു യെസ്റ്റർഡേ വെൻ ഐ വാസ് ഗോയിങ് ടു ദ ഓഫീസ് ബട്ട് ഐ കുഡന്റ് ടോക്ക് ടു യു. ഞാൻ ഇന്നലെ ഓഫീസിൽ പോകുമ്പോൾ എന്നെ കണ്ടിരുന്നു, പക്ഷെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. സിമ്പിൾ ആണല്ലോ. ഞാൻ ബസ്സിൽ കയറാനിരിക്കുമ്പോഴാണ് നിന്നെ കണ്ടത്. ഇതും കഴിഞ്ഞു പോയൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഞാൻ ബസ്സിൽ കയറാനിരിക്കുമ്പോഴാണ് നിന്നെ കണ്ടത്. അപ്പോൾ എങ്ങനെ പറയാ, നമ്മൾ ഒരു സംഭവം നമുക്ക് ചെയ്യാനിരിക്കുന്ന സമയം, ആ ഒരു സമയത്ത് നമ്മൾ പറയുമ്പോൾ നമുക്കിവിടെ എബൌട്ട് യൂസ് ചെയ്ത് പറയാം. പക്ഷെ ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പൊ എങ്ങനെ പറയും? ഐ സോ യു വെൻ ഐ വാസ് എബൌട്ട് ടു, അല്ലേ? ഐ സോ യു വെൻ ഐ വാസ് എബൌട്ട് ടു ഗെറ്റ് ഓൺ ദ ബസ്. ബസ്സിൽ കയറാനിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ബസ്സിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഫോൺ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. ബസ്സിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഫോൺ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ടല്ലോ. ദ ബസ് വാസ് വെരി ക്രൗഡഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ദ ബസ് വാസ് എക്സ്ട്രീംലി ക്രൗഡഡ് എന്ന് പറയാം. ഭയങ്കര തിരക്ക് എന്നുള്ളതിന് നമുക്ക് വെരി യൂസ് ചെയ്യാം, എക്സ്ട്രീംലി എന്ന് യൂസ് ചെയ്യാം. അതേതായാലും കുഴപ്പമില്ല. അപ്പോൾ ദ ബസ് വാസ് വെരി ക്രൗഡഡ്, സോ ഐ കുഡന്റ് even call you. The bus was very crowded, അല്ലെങ്കിൽ the bus was extremely crowded, so I couldn't even call you. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഫോൺ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. ഓക്കെ, നെക്സ്റ്റ്. നീ എങ്ങോട്ട് പോവുകയായിരുന്നു? നിന്റെ കൂടെ ആരായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നീ എങ്ങോട്ട് പോവുകയായിരുന്നു? Where are you going? Where are you going? നീ എങ്ങോട്ട് പോവുകയായിരുന്നു? ഇനി നിന്റെ കൂടെ ആരായിരുന്നു എന്നറിയണം. Who was with you? Who was with you? അപ്പോൾ where are you going? Who was with you? നീ എങ്ങോട്ട് പോവുകയായിരുന്നു? നിന്റെ കൂടെ ആരായിരുന്നു? ഓക്കെ, ഇനി നെക്സ്റ്റ് സിമ്പിൾ ആയിട്ട് കുറച്ച് സെന്റൻസ് നോക്കാം. ബസ് കാത്തു നിൽക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഞാൻ ബസ് കാത്തു നിൽക്കുകയാണ്. ബസ് ഇപ്പോൾ പോയി എന്ന് പറയണമെങ്കിലോ, ബസ് ഇപ്പോൾ പോയി. ദ ബസ് ജസ്റ്റ് ലെഫ്റ്റ്. ദ ബസ് ജസ്റ്റ് ലെഫ്റ്റ്. ബസ് ഇപ്പോൾ പോയി. ഓക്കെ, ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചു പറയാറുണ്ടല്ലോ. ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചു, അല്ലേ? കഴിഞ്ഞൊരു കാര്യമാണ്. ഐ ട്രൈഡ് ടു കോൾ യു. ഐ ട്രൈഡ് ടു കോൾ യു. ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചു. ഓക്കെ, നെക്സ്റ്റ്. നെറ്റ് ഇല്ലായിരുന്നു. എങ്ങനെ പറയാം? അതായത്, ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചു, ഐ ട്രൈഡ് ടു കോൾ യു. പിന്നെ പറയാണ് നെറ്റ് ഇല്ലായിരുന്നു എന്ന് പറയുകയാണെങ്കിലോ, നെറ്റ് ഇല്ലായിരുന്നു. There was no network. There was no network. നെറ്റ് ഇല്ലായിരുന്നു. ഓക്കെ, ഞാൻ പിന്നീട് വിളിക്കാം. I will call you later. I will call you later. I will call you later. ഞാൻ പിന്നീട് വിളിക്കാം. ഇനി നമ്മൾ ചോദിക്കാറുണ്ട്, നീ തിരക്കിലാണോ എന്ന് ചോദിക്കാറുണ്ട്, അല്ലെ? നീ തിരക്കിലാണോ? Are you busy? ഇനി നീ ഇപ്പോൾ തിരക്കിലാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ Are you busy now? ഓക്കെ, നെക്സ്റ്റ്. എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. പറ്റില്ല, കഴിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് can തന്നെയാണ് യൂസ് ചെയ്യുക. can't, cannot കേട്ടോ. അപ്പോ എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. I can't talk right now. I can't talk right now. എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ ഇപ്പോൾ വീട്ടിലേക്കാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പൊ എവിടെന്നെങ്കിലും വെച്ച് കാണാൻ, ഞാൻ ഇപ്പോൾ വീട്ടിലേക്കാണ്. അതായത്, ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഒരു കോളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, അല്ലെ? ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് ആണ് എന്നൊക്കെ പറയാറുണ്ട്. ഐ എം ഓൺ മൈ വേ ഹോം.
ഐ ആം ഓൺ മൈ വേ ഹോം. ഞാൻ ഇപ്പോൾ വീട്ടിലേക്കാണ് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇങ്ങനെയൊക്കെ പറയാം. നെക്സ്റ്റ്, ഭക്ഷണം കഴിച്ചോ? നീ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഹാവ് യു ഹാഡ് ഫുഡ്? വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഹാവ് യു ഈറ്റ് ഫുഡ് എന്നുള്ളതിനേക്കാളും ഒന്നും കൂടി ഫ്ലുവൻ്റ് ആയി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഹാവ് യു ഹാഡ് ഫുഡ്. നീ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഓക്കെ. ഇനി ഞാൻ ഇപ്പോൾ ഫ്രീ ആണ് എന്നെങ്ങനെ പറയാ? ഞാൻ ഇപ്പോൾ ഫ്രീ ആണ്. ഐ എം ഫ്രീ നൗ അല്ലേ? ഐ എം ഫ്രീ നൗ. ഞാൻ ഇപ്പോൾ ഫ്രീ ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. നെക്സ്റ്റ്, അല്പം കാത്തിരിക്കൂ, അല്പം വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇപ്പം നമ്മളൊരു ഓട്ടോ ഒക്കെ വിളിച്ചു പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അല്പസമയം ഒന്ന് കാത്തു നിൽക്കൂ എന്ന് പറയാറുണ്ടല്ലോ. പ്ലീസ്, അവിടെ ഒരു പ്ലീസ് ഒക്കെ ആഡ് ചെയ്ത് പറയാട്ടോ. അല്പം ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്ലീസ് വെയിറ്റ് ഫോർ എ മൊമെന്റ്. പ്ലീസ് വെയിറ്റ് ഫോർ എ മൊമെന്റ്. അല്പസമയം ഒന്ന് കാത്തു നിൽക്കൂ. നെക്സ്റ്റ്, എനിക്ക് തിരക്കുണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ. എനിക്ക് തിരക്കുണ്ട്, ഇപ്പൊ എനിക്ക് വേഗം പോകണം, എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ യൂസ് ചെയ്യാറുള്ള സെന്റൻസ് ആണ് എനിക്ക് തിരക്കുണ്ട്. അതായത് എനിക്ക് ഹറി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ആം ഇൻ എ ഹറി അല്ലെ. ഹറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് എന്നാണ്. അപ്പോ എനിക്ക് തിരക്കുണ്ട്, എനിക്ക് എന്തെങ്കിലും നമ്മൾ എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് പോകാനുള്ളൊരു ഇതാണ് നമ്മൾ പറയാറ്. അപ്പൊ എനിക്ക് തിരക്കുണ്ട്, ഐ ആം ഇൻ എ ഹറി അല്ലെ. ഐ ആം ഇൻ എ ഹറി. ഹറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കെന്നാണ്. ഓക്കെ. നെക്സ്റ്റ്, ഇപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം നടക്കുകയാണ്, ആ സമയത്ത് നമ്മളൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കാറുണ്ടല്ലോ. നമ്മളൊന്നും അറിയുന്നില്ല, അപ്പൊ നമ്മൾ ചോദിക്കാണ് എന്താണ് കാര്യം, വാട്ട്സ് ദ മാറ്റർ. അതിന്റെ ഷോർട്ടാക്കി പറയുമ്പോൾ വാട്ട്സ് ദ മാറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മാറ്റർ, എന്ത് കാര്യം അല്ലെങ്കിൽ എന്താണ് കാര്യം. ഓക്കെ. അപ്പോ നമുക്ക് പലതും പറയാല്ലേ. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നോ പ്രോബ്ലം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു രീതിക്ക് നമ്മൾക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. വളരെ യൂസ്ഫുൾ ആയിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെന്റൻസുകളാണ് കേട്ടോ ഇതെല്ലാം. നമ്മൾ എല്ലാ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ്, നീ ഇത്ര വേഗം ഭക്ഷണം കഴിച്ചോ, നീ ഇത്ര പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ. ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഇത്ര വേഗം അല്ലെങ്കിൽ നീ ഇത്ര പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള സെന്റൻസ് ആണ് കേട്ടോ. ഒന്ന് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോയെ കുറിച്ച് എന്ത് അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിലും ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ പുതിയ ചാനലിൽ വെർബുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നല്ലേ. ഒരു വെർബിൻ്റെ പല രൂപങ്ങളും എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. അത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ മസ്റ്റായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇത്തരത്തിലുള്ള വീഡിയോസുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.